ഹലോ ഗൈസ് മച്ചാന്മാരെ, ഞാനും എൻ്റെ ഷാമൂട്ടറും കൂടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്കിറച്ചി വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിന്ന് വണ്ടിയിൽ ഇങ്ങനെ ഷടുകൂടാതെ പോവാം. എൻ്റെ ചെറുക്കൻ. അപ്പോൾ ഞങ്ങൾ പമ്പിൽ നിൽക്കുവാണ് ഗൈസ്, പന്നിയിറച്ചി തേടി. അപ്പോൾ പന്നിയിറച്ചി പമ്പിൽ ചോദിക്കാൻ പോവാണ്, പന്നിയിറച്ചി അവിടെ കിട്ടുമെന്ന്. ചേച്ചി ഈ പന്നിയിറച്ചി എവിടെ? പന്നിയിറച്ചി പ്രശ്നമില്ല. എന്ത് പറ്റി? വണ്ടി കയറാൻ മാറി നോക്കി 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 ഊപ്പാട് കയറുന്നു. എന്ത് ചെയ്യും? സീതത്തോട് ചന്ത എവിടാ? 10-30 കിലോമീറ്റർ. അവിടെ വരെ പോകണ്ട. ഇപ്പൊന്നുമില്ല, 10 കിലോമീറ്റർ, 10-15 കിലോമീറ്റർ അങ്ങനെ. എങ്ങനെയാ? കയറി. അപ്പോൾ നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സീതത്തോട് ചന്ത, ആ ചന്തയിലെ ഫ്രഷ് ആയിട്ടുള്ളതാണെന്നാണ് പുള്ളി പറഞ്ഞത്. അയ്യോ ശ്യാമ് എന്നെ ആശുപത്രി കയറ്റി സുഹൃത്തുക്കളെ. കയ്യിലൊക്കെ കെട്ടി. ചിരിക്കല്ലേ ചേച്ചി? ചേച്ചി ഭയങ്കര നാണത്തിൻ്റെ ആളാണല്ലേ. ദൈവമേ, ഇവിടെ കിട്ടാൻ പാടായിരിക്കും, സ്ട്രെച്ച് മാർക്ക് കാരണം. എൻ്റെ ഇപ്പുറത്തെ കയ്യിലെ ഡോക്ടർമാർ മൊത്തം എടുത്തുകൊണ്ടിരുന്നത്. ഇത് ഇച്ചിരി പാടാണ്, പക്ഷെ കിട്ടും. ഇതിലാണ് സൂചി കയറുന്നത് മൊത്തം. ചൂട്ടി ആ സൈഡ് അവിടെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അത് തന്നെ. ബ്ലഡ് എപ്പോഴും എടുക്കുന്നതായതുകൊണ്ട് അറിയാം. അല്ല, ഒരു വെറൈറ്റിക്ക് ചെക്ക് ചെയ്യാന്ന് വെച്ചതാ. പ്രായമായ വരുമല്ലേ ചേച്ചി, പറയാൻ പറ്റും. ചേച്ചിക്കും കാണത്തില്ലേ കൊളസ്ട്രോളൊക്കെ? ചെറിയ സൂചി ആദ്യമായിട്ടാണ് കുത്തുന്നത് കേട്ടോ. അയ്യോ, ഇതെന്ത് ചേച്ചി വെള്ളം പോലെ ഇരിക്കുന്നു, ചോരയില്ലേ? എൻ്റെ ചോര എടുക്കുന്നു. വലിയ വിലയുള്ള ചോര ചേച്ചി. എൻ്റെ C+ ആണ് എൻ്റെ ചോരയുടെ. ഇത് AB പോസിറ്റീവ് ഒന്നുമല്ല. ഓക്കെ, കഴിഞ്ഞില്ലേ? പോട്ടെ. ഒട്ടിക്കലും ഉണ്ടാ? അതുകൊണ്ട് ശ്യാമ അതുകൊണ്ട് ചേച്ചി ഒളിഞ്ഞൊക്കെ നോക്കുന്ന ചേച്ചി. ഒരു പ്രൈവസി തരുന്നില്ല ചേച്ചി. സുഹൃത്തുക്കളെ, ഇനിയും കൈ ഒട്ടിക്കാൻ പോവുകയാണ്. എൻ്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെയുണ്ട്? സൂപ്പർ. ചേച്ചിയുടെ വീട് എവിടെ? കൈപ്പിട്ടൂർ എവിടെ? ആഹാ, സുഖമായല്ലോ അപ്പോൾ ചേച്ചിക്ക് ഇവിടെ തന്നെ. വെയിറ്റ് ചേച്ചി, വെയിറ്റ് നോക്കട്ടെ. ചെരുപ്പ് ഊരണമല്ലോ. ചുമ്മാ അങ്ങ് നിന്നാൽ മതിയോ? അയ്യോ, ഇതേ മൊത്തം അഴുക്കായല്ലോ ചേച്ചി. സോറി ചേച്ചി. കയറട്ടെ. ഇത് നിന്റെ ഓണായോ? ഇച്ചിരി കുറയ്ക്കാൻ പാടാ. അപ്പോൾ ഗായ്സ്, പന്നിയിറച്ചി വാങ്ങിച്ചു. പന്നിയിറച്ചി എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, എത്ര ചുറ്റിയാണെന്നറിയാമോ? ഒന്നും പറയണ്ട. 10-20 കിലോമീറ്റർ പോയില്ലേ? 10-20 കിലോമീറ്റർ. ഫ്രഷ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്നെ എതുവഴിയൊക്കെയാണോ ചുറ്റിച്ചേ? ഞാൻ എപ്പോൾ തൊട്ട് നിന്നോട് പറയാം പോയി ഫ്രഷ് വാങ്ങണ്ട, ചന്തയിൽ നിന്ന് വാങ്ങാന്ന്. അപ്പം അവനെ നമുക്ക് അവിടെ കൂടെ പോയി നോക്കാം. അവിടെ നോക്കിയിട്ട് കഴിയുമ്പോൾ അടുത്തതാണെങ്കിൽ ഇപ്പം അപ്പുറത്തൂടെ പോയി നോക്കാം. അപ്പുറത്തൂടെ പോയിട്ട് പിന്നെ ഇപ്പുറത്തൂടെ പോയി നോക്കാം. അവസാനം മൊബൈലൊന്നും തന്നെ വാങ്ങിച്ച്. ഒന്നും പറയണ്ട എൻ്റെ പൊന്നോ. പിന്നെ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തു, കൊളസ്ട്രോളിൻ്റെ കൊടുത്തിട്ടുണ്ട്. കൊളസ്ട്രോളിൻ്റെ ലാബിൽ പോയി കൊടുത്തു. എന്തുകൊണ്ട് അറിയണ്ടേ എന്തൊക്കെ ഉണ്ടെന്ന്? 107 കിലോ ഉണ്ട്.
ഇവരെവിടെയും ജോലിക്ക് പോയപ്പോ അന്നും ഇത്ര മണ്ണമില്ലായിരുന്നല്ലോ. ചുമ്മാ ഇരുന്ന് ആഹാരം കഴിക്കാൻ തന്നെ ഉള്ളൂ. ഏതാണ്ട് കേറിപ്പോയതല്ലേ? പിന്നെ പോതല്ലേ ഇല്ലടാ. എവിടെയും പോകുമ്പോ അന്നേരം പറയും ഇവനെന്തെങ്കിലും പറഞ്ഞു നോക്കി കട്ട് ചെയ്യുവോ? കട്ട് ചെയ്തു. ഗിടുമോൻ അത് ചെറിയ പീസായിട്ട് കിട്ടിയില്ല കേട്ടോ, കട്ട് ചെയ്യാനുണ്ട്. ഞാൻ എന്ത് ചെയ്യാനോ ഗൈസ്, 107 കിലോ ഒക്കെ കുറക്കാനേ ഉള്ളൂ. കിടന്ന് വെപ്രാളപ്പെടാതെ ഉടനെ. എടാ നീ വീട്ടിൽ വരുന്നത് ശവനപ്പുഴയാ. എനിക്കറിയായിരുന്നു, നേരത്തെ അറിയായിരുന്നു. പിന്നെ എങ്ങനെയാണെന്ന് ഞാൻ സംസാരിക്കുന്നത്? ഒന്നും മിണ്ടല്ലേ? വേണ്ട, എന്തെങ്കിലും പറഞ്ഞു അത് കുറ്റോ? കട്ട് ചെയ്ത തരത്തിലെന്ന് പറയാം. ഞാൻ ചോദിച്ചാൽ എന്താ ചോദിച്ചപ്പോൾ അവർ പറയാ മുസ്ലിംസ് ആണെങ്കിൽ പന്നിയിറച്ചി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് വാങ്ങത്തില്ല, കാരണം അവർക്ക് ഹറാമാണ്. എന്തൊക്കെ ഇതാണല്ലേ ഒരു മതത്തിൻ്റെ കാര്യം പറഞ്ഞ മനുഷ്യനെ ഇങ്ങനെ കൃത്യമായിട്ടും പറയാം. ഇതൊക്കെ ചുമ്മാ വൾഗറിസമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മുസ്ലിംസ് പിന്നെ ഇറച്ചിക്കടയിൽ നിറച്ച് വാങ്ങാൻ നിൽക്കുകയല്ലേ ചെയ്യല്ലേ? ഞാനിടും. മുസ്ലിംസിന്റെ ഈഗോയിസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മതവും ജാതി ഇല്ലാത്തവന്മാർ നിൽക്കുന്നത്. ബാക്കി ഒരാൾക്കും ജാതിയും മതവും ഇല്ല, അപ്പൊ മുസ്ലിംസും അതേപോലൊക്കെ തന്നെ ആവണം. ഞാൻ പറയും പിന്നെ അവരും ചെയ്യുന്ന ഹറാമാണ്, ചെറ്റത്തരമാണ്, അസല് ചെറ്റത്തരമാണ്. ആ വിശ്വാസത്തിന്റെ പേര് മറ്റുള്ളവരെ ചൂഷണം ചെയ്യണമെന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ അവർ വീട്ടിൽ ഇരുന്ന് അവരുടെ വിശ്വാസം അങ്ങ് മുഴുത്തു ചെയ്യണ്ടേ. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം ഇന്നെ പോലുള്ള ഒരാളാണെങ്കിൽ അതും കത്തിക്കത്തില്ല തന്നെ. ഇതിനകത്ത് എവിടെയുണ്ട് ആ സാധനം? അതെൻ്റെ തന്നെയാണ് കളിപ്പാട്ടോ. ഇതിലെവിടെയൊക്കെ തന്നതും ഒക്കെ ഉണ്ട്. അതും എൻ്റെ കളിപ്പാട്ടോ, ആ സൂപ്പർ കളിപ്പാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് വെളിയിലെങ്ങാണ്ട് ചുമ്മാ കുടഞ്ഞാൽ മതി, എവിടെ ഇരിപ്പുണ്ട്. അത് സാനിയ തന്ന ഗിഫ്റ്റ് തന്നായിരുന്നു തന്നെ. സെൻസർ 1, 2, 3 എത്ര ഉള്ളൂ? അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് ബാക്കിയുള്ള സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. ഈ വണ്ടി നമ്മളെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം, ഇത് നമ്മളത് ഇളക്കുക. ഇളക്കി കഴിഞ്ഞാൽ എൻ്റെ മോനെ കളിക്കാൻ പറ്റും. ഈ സെറ്റപ്പ് വണ്ടിയുടെ ഗുണം വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കണ്ടില്ലേ, ഡോറൊക്കെ തുറക്കാം, ഇതിൻ്റെ ഡിക്കി തുറക്കാം. വിഷയല്ലേ, വിഷയം വണ്ടി ബ്രോ, വിഷയം വണ്ടി. ഇതിൻ്റെ പണിയിലാണ് ശ്യാം. പുതിയ അതിഥിയുമായി ഇതാവുന്നു. ബാടാ ശോഭമ്മയെ പോയി കാണാം, ബാ ശോഭമ്മയെ പോയി കാണാം, ബാ. കുഞ്ഞങ്ങ് പോ മക്കളെ. എന്തോ അമ്മ എന്തോന്ന് വിളിച്ചേ? എന്തോ അമ്മേ? ആ അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നതാ. ബാ. കടലമ്മ പെറ്റതല്ല പെറ്റത് കണ്ണി. എപ്പോ വിട്ടു? അവന് പോണെന്ന് പറഞ്ഞു. ആഹാ, കരയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? വറക്കുവാണെന്ന് പറഞ്ഞിട്ട് വെള്ളമാണല്ലോ മൊത്തം. അത് വെള്ളമല്ല, നെയ്യാ. അത് വറുത്ത് എന്താ ഇനി അത് സമയം എടുക്കുമോ? ഇപ്പം തരുമോ? ശരി. പൊറോട്ട വല്ലതും വേണം? എന്താ അപ്പം? പൊറോട്ട തിന്ന് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ പൊറോട്ടയില്ല, അതിന് വേറെ ചോറാണ്. പന്നിയിറച്ചി കൊണ്ടുവന്നു. ഞാൻ അമ്മ ഉണ്ടാക്കിയ പന്നിയിറച്ചി പപ്പടം. അപ്പോൾ പന്നിയിറച്ചി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. മൊത്തം നെയ്യായിരുന്നു ഗൈസ്. കഴിക്കാൻ പോവാ. കൊള്ളാമേ? കൊള്ളാം ഗൈസ്. പന്നിയിറച്ചി കഴിച്ച് എൻ്റെ കുട്ടൻ ഇവിടെ കിടന്നു കുറച്ച് നേരം. ഇനി അവനാണെങ്കിൽ കൊല്ലത്തോട്ട് പോവാണ്. മോനെ വയറുണ്ടോ?
അടുത്തോട്ട് പോവാണ്. വയറച്ചൊരു ചുട്ടിക്കടാ. നീ നേരെ ഒന്നുകൂടെ അല്ല, സൈഡ് തിരിഞ്ഞിട്ട് വയറ് കാണല്ലേ, ഇങ്ങനെ നിൽക്കും. അങ്ങനല്ല, തിരിഞ്ഞിരിക്കും. അപ്പുറത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും എടുക്കാനാണ്. വയറ് ചുട്ടിച്ചോണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ശ്യാമ് ഇതാ പോവാല്ലേ. ഇത് കൊല്ലത്ത് വന്നിട്ട് കൊല്ലം വരെ പോകണം ചെറുക്കൻ ഇനി. അതാണ്. അമ്മേ ചെറുക്കാൻ പോവാണേ. ടാറ്റ പറഞ്ഞ അമ്മേ. ഓടി റെഡി. വിട പറയുകയാണോ, വിട പറഞ്ഞ് തിരിഞ്ഞു നോക്കണം. ഇടച്ചിറക്കാരെ തിരിഞ്ഞൊക്കെ നോക്കി പോവാണ്. ഇവിടെ മുടിച്ച വിഷയമാണ്. ഒന്നും പറയണ്ട. ഇന്നലെ ശനിയാഴ്ച ലഡ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ടാറ്റ ബൈ ബൈ.